ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലൈവ് ട്രേഡാണ്. ലൈവ് ട്രേഡ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്ന സെനറിയോ തൊട്ട് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രിയിലേക്ക് നമ്മൾ വരുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ലെസൺസ് ആണ്. അപ്പോൾ ഇതൊരു വെരി ഷോർട്ട് വീഡിയോ ആണ്, മിസ് ചെയ്യാതെ കാണുക. അതിനകത്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ലൈവ് ട്രേഡിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ എൻട്രി ലെവൽ എന്ന് പറഞ്ഞ ഇതാണ്. നമ്മളുടെ ടൈം ഇൻ ന്യൂയോർക്ക് ഇപ്പോൾ സമയം 12:30. അപ്പോൾ കുറേ നേരമായി നമ്മളൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പം പ്രീവിയസ് ഡേയുടെ ക്ലോസിംഗ് ക്യാൻഡലിൻ്റെ ബോട്ടം പ്രൈസ് റെഡി ചെയ്യുന്നു. കോൺഫ്ലുവൻസ് നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയുടെ അതേ ബോട്ടം സൈഡിലെ പ്രൈസ് ഏകദേശം ഒന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പ്രൈസ് വരുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ബോട്ടം സൈഡിലേക്ക് ഇത്രയും ഒരു ബ്രീതിങ് ഗ്യാപ്പും കൂടി ഇട്ട് കൊടുക്കണം. മാക്സിമം ഇവിടെ വരെ നമുക്ക് പ്രൈസിൻ്റെ ഇത് കുറച്ചുകൂടെ നമുക്ക് കുറച്ച് വെക്കാം. കുറച്ച് പ്രൈസ് ആക്ഷൻ ഒന്ന് മുകളിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറയ്ക്കാം. അപ്പോൾ ഇവിടെ നിന്ന് പ്രൈസ് എന്തുകൊണ്ട് നമ്മൾ എൻട്രി എടുക്കുന്നു എന്ന് ചോദിച്ചാൽ, എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി 1 ടൈം ലിക്വിഡേറ്റഡ്, 2 ടൈം ലിക്വിഡേറ്റഡ്, 3 ടൈം പ്രൈസ് ആക്ഷൻ, 4 ടൈം, 5 ടൈം, 6 ടൈം. ഇത് ലിക്വിഡിറ്റി ക്രിയേഷൻ പോയിന്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 4 ടൈം ഓൾറെഡി ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം പ്രൈസ് ഇതിന് ബോട്ടം ഇനി ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല ആക്ച്വലി. അപ്പോൾ പ്രൈസിൻ്റെ വാല്യുവേഷൻ അനുസരിച്ച് ഈ ഒരു പ്രൈസ് ഇവിടെ വന്നിട്ട് റിവേഴ്സ് ചെയ്ത് പെട്ടെന്ന് കയറി പോകണം. അതാണ് നമ്മൾ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ, ലിക്വിഡിറ്റിയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയുള്ള കാര്യം. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ. എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി പ്രീവിയസ് ഡേ ക്ലോസിങ്ങിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം വെൻ പ്രൈസ് ഈസ് ട്രേഡിംഗ് ഇയർ ഇവിടം തൊട്ട് ഇവിടം വരെ നടന്നിരിക്കുന്ന എല്ലാ വോളിയം ക്യാൻഡിൽസിൻ്റെ ബോട്ടത്തിലാണ് വിത്ത് റെസ്പെക്ട് വോളിയം പ്രൈസ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഡിസ്കൗണ്ട് സോണിൽ നിന്നാണ്. അപ്പം ഇത്രയും പ്രൈസ് ആക്ഷൻ ഇവിടെ നിന്ന് വരുമ്പോഴത്തേനും ഇത്രയും പ്രൈസിൻ്റെ റിയാക്ഷൻ ഓൾറെഡി വന്ന് അതിനും ഇവിടെ ഒരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ക്ലിയർ ഫോർമേഷൻ ഓഫ് ടാർഗറ്റ് ഏകദേശം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇതുണ്ടോ? ഇതാ അതിൻ്റെ 50% ടാർഗറ്റിൻ്റെ 50% നമ്മളുടെ ടാർഗറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു അല്ലേ? അപ്പോൾ മാക്സിമം ഇതിന് മുകളിൽ വന്ന് ടാപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യും വരുവാണെങ്കിൽ. വെരി സ്ലോ പ്രൈസ് ആക്ഷനാണ്. ഇനി നമുക്ക് കുറച്ച് നേരം നോക്കാം. സോ 3-4 കോൺഫ്ലുവൻസസ് മാത്രമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ഇത് മാത്രമേ കാണുന്നുള്ളൂ ചാർട്ടിൽ. നമ്മളങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന കോൺഫ്ലുവൻസസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ട്രേഡ്. അപ്പോൾ ലൈവ് ട്രേഡ്സ് നമ്മൾ ചാനലിൽ നമ്മുടെ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും ഫോർമേഷനകത്ത് ഓരോന്നാണ് കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന ലോജിക്കൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് പിന്നീട് നമ്മൾ ഓരോ ചാർട്ടൊക്കെ കാണുമ്പം ഇങ്ങനത്തെ ഫോർമേഷൻസ് ഉണ്ടോ, അതിൻ്റെ ലോജിക്ക് എന്താണ്, അത് വെച്ച് ക്ലബ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എൻട്രി കിട്ടുന്നുണ്ടോ, ഇത് മാത്രം നോക്കി പോയാൽ മതി. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് ഫോർമേഷൻസ് വരുന്നത്. അല്ലാതെ നമ്മൾ ഒരു റെഡിമെയ്ഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ല. കാരണം ട്രേഡിംഗ് ഈസ് ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ക്രിയേഷൻ ആൻഡ് ലിക്വിഡിറ്റിയുടെ ടാർഗറ്റ്, ലിക്വിഡിറ്റി ടു ബി ടേക്കൺ എന്നുള്ള കൺസെപ്റ്റ് അത് ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തഡ് ഉണ്ടല്ലോ, അതിനകത്തോട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. അപ്പം സിമ്പിൾ ലോജിക്ക്. ഇനി നമുക്ക് ടാർഗറ്റ് അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. സിമ്പിൾ. ഓക്കെ. അപ്പോൾ ലോജിക്ക് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട്ലി ഇതിൻ്റെ ബോട്ടം പ്രൈസ് ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് നേരെ മുകളിലേക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റിലേക്ക് തന്നെ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഒരു ലിക്വിഡിറ്റി അവരെ ക്ലിയർ ചെയ്യുമെന്ന്. അത് നമുക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് പ്രൈസ് ഇതിൻ്റെ ബോട്ടം വന്ന് ക്ലിയർ ചെയ്തത്. അപ്പം തിരിത് പിടിച്ച് എൻട്രി എടുക്കരുതെന്നുള്ള കാര്യം ഇതിനകത്തുനിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? അപ്പം
ചില മിസ്റ്റേക്സുകൾ നമുക്ക് ട്രേഡിങ്ങിൽ നമ്മൾ നമുക്കറിയാമായിരുന്നു എങ്കിൽ പോലും നമ്മൾ ആ ഒരു ഫോമോ കാരണം എൻട്രിയിലേക്ക് കയറി. പക്ഷേ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ആക്ഷൻ പെട്ടെന്ന് റിവേഴ്സ് ചെയ്തപ്പോഴത്തേനും നമുക്കതിനകത്ത് കോൺഫിഡൻസോടുകൂടി ഇരിക്കാനും പറ്റി. അതുകൊണ്ട് നമ്മൾ വി വിൽ വെയിറ്റ് ഫോർ ദ ടാർഗറ്റ്. അപ്പോൾ ടൈം ഇപ്പം 12:58 PM. 12:58 PM ലൈവ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ആ തോട്ട് പ്രോസസ്സ് വളരെ കറക്റ്റായിരുന്നു. വി ആർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ്, അത്രേ ഉള്ളൂ. അപ്പം അത് ഓർത്താൽ മതി. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പറഞ്ഞ പോലെ പതുക്കെ ടാർഗറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞാക്കുന്ന ഒരു 50% ഈ റേറ്റിനടുത്ത് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി അവിടം വരെ വന്നാൽ വരട്ടെ, ഇല്ലെങ്കിൽ നമ്മളിവിടെ തിരിച്ച് വരുവാണെങ്കിൽ കോസ്റ്റ് എക്സിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, വീണ്ടും മാർക്കറ്റ് പതുക്കെ ഭയങ്കര സ്ലോ പ്രൈസ് ആക്ഷനാണ്, പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളുടെ ടാർഗറ്റിലേക്ക് ഏകദേശം അടുക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം നൗ ഇൻ ന്യൂയോർക്ക് 1:09 PM 9 13:09. അപ്പം ഏകദേശം നമുക്ക് ഇൻ കേസ് ടാർഗറ്റ് കിട്ടുന്നില്ലെങ്കിൽ വി വിൽ എക്സിറ്റ് കോസ്റ്റ് ഏതൊരു ടാർഗറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പം സ്റ്റോപ്പ് ലോസ് ഇല്ല, ഓൾറെഡി ഇത്രയും പരിപാടി കാണിച്ചു പോയതല്ല, ഇത്രയും താഴോട്ടിറങ്ങി വരുമെന്ന് നമ്മൾ ഓർത്തു. പക്ഷേ നമുക്കത് ഇത്രയും പ്രൈസ് ആക്ഷൻ വന്നിട്ട് പോയല്ലേ. അപ്പം നമുക്ക് ഇവിടെ വെച്ച് തിരിച്ചിവിടം വരെ വരുന്നോടം വരെ നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ എത്ര ടാർഗറ്റ് ഉണ്ട്? 109ഓളം പോയിൻ്റ് ഉണ്ട്. നല്ലൊരു ടാർഗറ്റാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ വി ആർ ഇൻ പ്രോഫിറ്റ്. ഇവിടെ നിന്ന് 53 പോയിൻ്റോളം നമ്മളിപ്പോൾ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇനി ഇതൊരു കഷ്ടപ്പെട്ടെടുത്ത ട്രേഡ് ആയതുകൊണ്ട് നമ്മൾ വി വിൽ വെയിറ്റ് ഫോർ ദ ടാർഗറ്റ്. എത്ര ബ്യൂട്ടിഫുൾ പ്രൈസ് ആക്ഷനാണ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റിൻ്റെ ആ ഒരു തിയറി പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ എക്സാക്ട്ലി അതുപോലെ തന്നെ പ്രൈസ് ബിഹേവ് ചെയ്തതിന് ശേഷം പ്രൈസ് ഒരു സൈഡിലേക്ക് തന്നെ റിവേഴ്സ് ചെയ്ത് പോകുന്നതിൻ്റെ. അപ്പോൾ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ ലിക്വിഡേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, പ്രൈസ് വാല്യുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, ഓപ്പോസിങ് സൈഡിൽ അതായത് എതിർ ദിശയിൽ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ 50% നമ്മൾ ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. പിന്നെ നമ്മൾ നോക്കുന്നത് ഇവിടെ ആക്ച്വലി ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി എൻട്രി എടുക്കുന്നത്, പക്ഷേ നമ്മൾ അതിന് മുമ്പേ തന്നെ എടുത്തു. പക്ഷേ പ്രൈസ് ആക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് കാണിച്ചുകൊണ്ട് വി ആർ വെയിറ്റിംഗ്. അല്ലാതെ ഇത് സ്റ്റോപ്പ് ലോസ് ഏരിയ കവർ ചെയ്ത് പോയതുകൊണ്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്നുള്ളതല്ല എൻ്റെ മീനിങ്. പ്ലാൻ ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആയിരുന്നു അല്ലേ. പ്രൈസ് ഇങ്ങനെ വന്ന് താഴോട്ട് പോരുമ്പോഴത്തേന് തിരിച്ചിവിടെ വരുമ്പോൾ എക്സിറ്റ് ചെയ്യാതെ, പക്ഷേ ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് പ്രൈസ് ഒരു ക്വിക്ക് മൊമെൻറ്റത്തിലോട്ട് പോയി. അപ്പോഴും ഞാൻ വീണ്ടും നോക്കുന്നത് ഈ പ്രൈസ് ആക്ഷൻ ബോട്ടം പ്രൈസ് പിന്നെയും ട്രേഡ് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. മനസ്സിലായി? അങ്ങനെയൊക്കെയാണ് നമ്മളിത് മാനേജ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും അത് മാർക്കറ്റ് എടുക്കും. അതാണ് ഇതിനകത്തെ കാര്യം. സോ ഇന്ന് ഇതൊരു നല്ല ടാർഗറ്റ് കിട്ടുന്നൊരു ട്രേഡാണ്. അപ്പോൾ ഇതൊരു ഇത്രയും മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് വരുമ്പം നമ്മൾ എങ്ങനെയാണ് കോൺഫിഡൻസോട് കൂടി ബൈ ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ, ലിക്വിഡിറ്റിയുടെ പോയിൻറ്റ്സ് എങ്ങനെയാണ് കിടക്കുന്നത്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു തോട്ട് പ്രോസസ്സ് അന്നേരത്തെ ഇതിനനുസരിച്ച് ജനറേറ്റ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻസുകളൊക്കെ എഴുതുക. കമൻസാണ് എൻ്റെ ഊർജ്ജം. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഏരിയയിലേക്ക് കോസ്റ്റ് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു. പക്ഷേ അവിടം വരെ എത്തിയില്ല. അതിനിപ്പം തന്നെ തിരിച്ച് റിവേഴ്സിൽ കാണിക്കുന്നുണ്ട്. ഇനി വിൽ വെയിറ്റ് ഫോർ ദ ടാർഗറ്റ്. അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതുവരെയും ലാസ്റ്റ് ഞാൻ അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുന്നുള്ളൂ.
ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിത് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ടാർഗറ്റ് നാളെ നമുക്ക് നോക്കാം. ഓൾറെഡി ഇപ്പം ഇവിടെ ലേറ്റായി, അതുകൊണ്ട് നമുക്ക് ടാർഗറ്റ് നാളെ നോക്കാം. ഇനിയും ഇപ്പം ഞാൻ എക്സിറ്റ് ചെയ്യുന്നില്ല. മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നോടം വരെ നോക്കിയതിന് ശേഷം മാത്രമേ എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സി യു ഇൻ അനദർ വീഡിയോ. കമൻസിൽ എഴുതാൻ മറക്കരുത്. താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ.